നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. ഒരു കാര്യം 10-30 ട്രില്യൺ സൈസുള്ള GDP ആണ്. ആൾക്കാരുടെ എണ്ണം കുറവാണ്. അവിടെ ഒരുപാട് മേഖലയിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് കാലങ്ങളായിട്ട് അവിടേക്ക് ടാലൻറ്റ് മൈഗ്രേഷൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. 1990 അമേരിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് H1B വിസ എന്ന് പറയുന്നത്. അമേരിക്കയിലുള്ള ഒരുവിധം കമ്പനികളൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ വലിയ ലൈക്ക് ഇലോൺ മസ്കിനെ പോലെയുള്ള അവരുടെ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ല TCS, ഇൻഫോസിസ് ഒക്കെ പോലെയുള്ള ഇന്ത്യൻ IT കമ്പനികൾ അവർക്ക് ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഔട്ട്സോഴ്സിങ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഓൺ സൈറ്റ് റിക്വയർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ലൈക്ക് ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് ഈ സിസ്റ്റം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് കാലമായിട്ട് ട്രംപിൻ്റെ ഒന്നാം ഭരണകൂടം വന്ന സമയത്തും അദ്ദേഹം ഇതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്കയിൽ ഉള്ള ജോലികളാണ് ശരിക്കും പുറത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ജോലി എടുക്കുമ്പോൾ അമേരിക്കക്കാർക്ക് കിട്ടേണ്ടുന്ന ജോലിയല്ലേ പോകുന്നത്. അതുപോലെ രണ്ടാം ട്രംപ് വന്ന സമയത്ത് നമുക്കറിയാം താരിഫുമായി റിലേറ്റഡ് ചെയ്തിട്ട് ഇന്ത്യയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതല്ല, ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന IT വർക്കുകളുണ്ടല്ലോ, അതിൻ്റെ മേലെ 25% താരിഫ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് തന്നെ H1B വിസ വഴി അമേരിക്കയിലേക്ക് ഒരാൾ പുതുതായിട്ട് എത്തുന്ന സമയത്ത് കമ്പനി അയാളുടെ പേരിൽ $1,00,000 അടക്കണം. എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോഴത്തെ USD റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ലക്ഷം രൂപ അടക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി അമേരിക്കയിലേക്കുള്ള ഒരു മൈഗ്രേഷൻ്റെ ഭാവി എന്തായിരിക്കും? അതുപോലെ തന്നെ ലോകത്തിൽ ഇപ്പോൾ നിലവിൽ ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന AI ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ AI ഈറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇതെല്ലാം ഈ ഡിസ്കഷനെല്ലാം ഇനീഷ്യേറ്റ് ചെയ്തത് OpenAI അവരുടെ ChatGPT പുറത്തിറക്കി. അത് മാർക്കറ്റിൽ പുതിയൊരു ട്രെൻഡ് സൃഷ്ടിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് അതിൻ്റെ പിറകിൽ ലോകത്തുള്ള എല്ലാ വലിയ കമ്പനികളും സിലിക്കൺ വാലിയിൽ ലൈക്ക് ആപ്പിൾ അതിൽ കുറച്ച് കുറവാണ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഈവൻ ഇലോൺ മസ്ക്, അങ്ങനെ എല്ലാ ചങ്ങാതിമാരും ബില്യൺസ് അതിലേക്ക് പോർ ചെയ്തുകൊണ്ടിരിക്കുക. 2025 മാത്രം 344 ബില്യണാണ് അവർ ഒരുമിച്ച് ഇതിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വർഷങ്ങളിലേക്കൊക്കെ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് 500 ബില്യണിന് മുകളിൽ ഫണ്ട് ഈ മേഖലയിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുക എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള അവരുടെ പൈപ്പ് ലൈനും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ IT സെക്ടറിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ ഇത്തരം ടെക്നോളജികളൊക്കെ ആദ്യം ഈറ്റ് ചെയ്യുന്നത് നിലവിൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ എങ്ങനെയെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാനുള്ളത്. ഇതിലാദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതൊക്കെ മുൻകൂട്ടി കണ്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇത് ലൈക്ക് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി AI ഈറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മനസ്സിലാക്കിയിട്ട് ഇതിൽ ഫ്രണ്ട് റണ്ണേഴ്സ് ആവണം നമ്മൾ എന്നുള്ള അർത്ഥത്തിൽ ശരിക്കും മുന്നിൽ വന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിശാൽ സിക്ക എന്നാണ്. മുൻപ് ഇൻഫോസിസിൻ്റെ CEO ആയിരുന്നു. 2014 തൊട്ടിട്ട് 2017 വരേക്കുള്ള ഒരു പീരീഡിൽ. ഇതിപ്പോൾ ഞാൻ പറയാനുണ്ടായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പീരീഡിലാണ് OpenAI ഫോം ആകുന്നതും OpenAIൻ്റെ ഫൗണ്ടിങ് ടീമിൽ, അതായത് അതിൻ്റെ അഡ്വൈസറി റോളിൽ അദ്ദേഹം ഉണ്ട്, ഫൗണ്ടിങ് ഇൻവെസ്റ്റേഴ്സായിട്ട് ഇൻഫോസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ഇപ്പോൾ ഇത്രയധികം ലൈക്ക് 500 ബില്യണൊക്കെയാണ് കേട്ടോ OpenAIൻ്റെ വാല്യൂഷൻ പറയുന്നത്. 2015 തുടങ്ങിയ കമ്പനി 10 കൊല്ലം കൊണ്ട് 500 ബില്യൺ വാല്യൂഷൻ ആയി എന്നുള്ളതാണ്. ഇൻഫോസിസ് ഈസ് ലൈക്ക് അറൗണ്ട് 70 ബില്യൺ സംതിങ്, ആ ഒരു രീതിയിലാണ് വാല്യൂഷൻ. അപ്പോൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഇൻഫോസിസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. വിശാൽ സിക്ക കമ്പനിയിൽ നിന്ന് പോയതോട് കൂടിയിട്ട് ഇൻഫോസിസ് അതിൽ ഡബിൾ ഡൗൺ ചെയ്തില്ല. ഇൻഫോസിസ് ബേസിക്കലി അത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്തതിനെ കുറിച്ചേ മറന്നിട്ടുണ്ടാവും. അങ്ങനെ OpenAI അവരുടെ കമ്പനിയുടെ ഫോർമാറ്റ് മാറി ഇന്ന് ലോകത്തെ തന്നെ നെട്ടിക്കുന്ന രീതിയിലുള്ള AI സൊല്യൂഷൻസ് അവർ ദിനംപ്രതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെയൊക്കെ ഇൻഡസ്ട്രിയെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരുന്നു. പക്ഷെ പറഞ്ഞു വന്നത്, വിശാൽ സിക്ക ഇത് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്തതും പിന്നീട് AIയുടെ മേലെ കൂടുതൽ എന്താ പറയുക, ഇൻഫോസിസ് മുന്നോട്ട് പോയില്ല. ഒരു കൺവെൻഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻഫോസിസിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുൻപോട്ട് പോകണം എന്ന് മാനേജ്മെൻറ്റും വാശി പിടിച്ചതോട് കൂടിയിട്ട് ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാരണം 2017 വിശാൽ സിക്ക പുറത്തു പോയി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ H1B വിസ വഴിയും അല്ലെങ്കിൽ മറ്റുള്ള വഴിയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് 70% ഓഫ് H1B വിസ പോകുന്നത് ആക്ച്വലി ഇന്ത്യയിലേക്കാണ്. ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരിൽ വലിയൊരു ശതമാനം ഇന്ത്യയിലുള്ള IT കമ്പനികളുണ്ട്. അതിൽ ഇൻഫോസിസ് ഉണ്ടാവാം, TCS ഉണ്ടാവാം, മറ്റുള്ള ഇന്ത്യൻ IT കമ്പനികളുണ്ടാവാം. കൂടാണ്ട് അമേരിക്കയിലുള്ള വലിയ കമ്പനികളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടാലൻറ്റിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഹയർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യ സ്മാർട്ടസ്റ്റ് ടാലൻറ്റ് ഡെൻസിറ്റി ഉള്ള നാടാണെന്നുള്ള കാരണം കൊണ്ടൊന്നുമല്ല. അതിലൊരു റീസൺ ഈ ലേബർ ആർബിട്രേജ് ആണ്. അഥവാ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് ആളെ കിട്ടുമെന്നുള്ളൊരു റീസൺ കൊണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ റീസൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ H1B വിസയ്ക്ക് $1,00,000 ഒരാൾ പുതുതായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അടയ്ക്കണം എന്ന് പറയുന്നതിലൂടെ ആ ഗ്യാപ്പ് അവർ കട്ട് ചെയ്തു.
നമ്പർ 1 റീസൺ. കാരണം സ്മാർട്ടസ്റ്റ് ടാലൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത്ര പൈസ കൊടുത്താലും ഇന്ത്യക്കാരെ തന്നെ വേണമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് റൂളും കൂടെ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കാരുടെ അതേ പേയ്മെൻറ്റ് ഇവർക്കും കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് H1B വിസയിലേക്ക്. അപ്പോൾ കേൾക്കുമ്പോൾ നല്ലതല്ലേ H1B വിസക്കാർക്കും അമേരിക്കക്കാരുടെ അതേ സാലറി എന്നുള്ളത്. പക്ഷേ അതോടുകൂടിയിട്ട് കമ്പനികൾക്ക് ഇത് കോസ്റ്റ് കോമ്പറ്റേറ്റീവ് അല്ലാതായിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി ഈ വിദേശത്ത് നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന പരിപാടി ഇവർ അവസാനിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ അല്ലെങ്കിൽ H1B വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇത് അമേരിക്കക്കാരെന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുന്നു എന്നുള്ളതിന് അവരുടെ കുറച്ച് എന്താ പറയുക റീസൺസ് ഉണ്ടാവില്ലേ. ആ റീസൺസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ STEM ഡിഗ്രി എടുത്ത ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. ആർട്സ് ഡിഗ്രി എടുത്ത ആൾക്കാർക്ക് കിട്ടുന്നതിൻ്റെ പകുതി പോലും ജോലികൾ ഈ STEM ജോലികൾ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. കമ്പ്യൂട്ടർ സയൻസോ ഫിസിക്സോ മാത്തമാറ്റിക്സോ ഇത്തരം മേഖലകളിലൊക്കെ വലിയൊരു ശതമാനം H1B വിസയിൽ വരുന്ന ആൾക്കാർക്കാണ് അത്ര ജോലി കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഒഫൻഡഡ് ആവുന്നതിൽ വലിയൊരു റീസൺ നമുക്ക് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് IT ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാം. വീഡിയോയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ IT ഇൻഡസ്ട്രിയാണ്. കാരണം ഒന്നിപ്പോൾ ഇന്ത്യൻ IT ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ നോക്കാം. നമ്മൾ സർവീസ് ബേസ്ഡ് കമ്പനികളാണ്. കഴിഞ്ഞ വീക്കിലൊരു വാർത്ത നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇൻഫോസിസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷെയർ ബൈബാക്ക് അനൗൺസ് ചെയ്തു. 18,000 കോടി രൂപയുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ബൈബാക്ക് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി അത് നല്ലതാണ്. കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ആരാണോ ബാക്കിയുള്ളത് അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും, കമ്പനിയുടെ ടോട്ടൽ പെർഫോമൻസ് കൂടും. റിട്ടേൺ ഓവർ ഇക്വിറ്റി എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ മാർക്കറ്റിൽ 10 കോടി ഷെയർ ഉണ്ടെന്ന് വെക്കാം. അതിൽ 1 കോടി ഷെയർ അവർ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ ബാക്കിയുള്ള 9 കോടിയിൽ ഡിവൈഡ് ചെയ്ത് പോകില്ലേ. അപ്പോൾ ലൈക്ക് ബാക്കിയുള്ളവർക്കൊക്കെ മെച്ചമാണ്. കമ്പനി നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാളും 20% മുകളിൽ അവരത് ചെയ്യുന്നു, ലൈക്ക് ഷെയർ ബൈബാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ പോളിസി ഇൻഫോസിസ് ഫോളോ ചെയ്യുന്ന കാരണമാണത്. 2029 വരേക്കും ഇതേ പോളിസി തന്നെ മുന്നോട്ട് പോകാനും ഇൻഫോസിസിന് തീരുമാനമുണ്ട്. അതായത് 100 രൂപ വന്നു കഴിഞ്ഞാൽ 85 രൂപയും അവർ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കും. ഇത് മാർക്കറ്റിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ മേലെ കമ്പനിയുടെ നിലവിലെ ഉള്ള മാനേജ്മെൻറ്റിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഇതൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള IT കമ്പനികളുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. സിമിലർ തന്നെയാണ് വിപ്രോയിലും സിമിലർ തന്നെയാണ് TCSലും മറ്റൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് ഓക്കെ ആയിരുന്നൊരു പീരീഡ് ഉണ്ടായിരുന്നു, അത് മുൻപേ ആയിരുന്നു. ഇന്ന് ആ ലോക സാഹചര്യമല്ല ഉള്ളത്. ഒന്ന് നമുക്ക് ഈ ട്രംപിൻ്റെ ഫാക്ടർ തന്നെ വീണ്ടും തിരിച്ചു വരാനുണ്ട്. പക്ഷേ ജസ്റ്റ് ഞാൻ ആ ഒരു ഭാഗം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ IT കമ്പനികൾ നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ സിനാരിയോനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൽ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ മീൻസ് താരിഫുകൾ, ഇപ്പോൾ ഈ വരുന്ന H1B വിസയിലുള്ള ഇഷ്യൂ. കാരണം ഇന്ത്യൻ IT കമ്പനികൾ ലേബർ ആർബിട്രേജിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. അമേരിക്കയിൽ ഇത്തരം ജോലികൾ IT ജോലികൾക്ക് വലിയ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ കോസ്റ്റ് കുറഞ്ഞ നാടുകളിലേക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഔട്ട്സോഴ്സിങ്ങിനെ തടയാനുള്ള അവരുടെ ഒരു 25% ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് IT ജോബുകൾ അയക്കുന്ന കമ്പനികൾക്ക് അത് അത്ര ലാഭകരമാവില്ല. അവർ ആ കോസ്റ്റ് മിക്കപ്പോഴും ഇന്ത്യൻ IT കമ്പനികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ IT എക്സ്പോർട്ട് മാർക്കറ്റ് US ആണ്. 60% ഓഫ് ഇന്ത്യൻ IT എക്സ്പോർട്ട് പോകുന്നത് US-ലേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താരിഫിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് പറയുന്നത് 1% അല്ലെങ്കിൽ 2% ഒക്കെ ഗുഡ്സിൻ്റെ മേലെയാണല്ലോ. അത്രയുള്ള GDP ഇമ്പാക്റ്റാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ IT എക്സ്പോർട്സിനെ തൊട്ട് കഴിഞ്ഞാൽ അത് 7 to 10% വരെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5-6 മില്യൺ ആൾക്കാരാണ് IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. 50 ലക്ഷം 60 ലക്ഷം ആൾക്കാർ. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. അത് ഇന്ത്യയിലെ ഉള്ള ലൈക്ക് മേജർ സിറ്റികളാണെങ്കിൽ ഇപ്പോൾ ഹൈദരാബാദ് ആണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും പൂനെ ആണെന്നുണ്ടെങ്കിലൊക്കെ ITക്ക് വളരെ പേര് കേട്ട നാടുകളാണല്ലോ. അപ്പോൾ ഈ ടോട്ടൽ ഇക്കോസിസ്റ്റം ഉണ്ടാവും ഇതുമായി. ഈ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി, ഈ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഈ ആൾക്കാരുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലൈഡ് സർവീസുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ താഴത്തേക്കുള്ള എല്ലാ മേഖലയിലും ആ ഹിറ്റ് കിടക്കും. ഈ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരുപാട് നയങ്ങളുടെ മേലെയുണ്ട്. അപ്പോൾ ഇനി H1B വിസ ഉണ്ടല്ലോ, പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലവിൽ പ്രൊജക്റ്റും മറ്റുമൊക്കെയുള്ള ഇപ്പോൾ TCSനോ മറ്റുമൊക്കെ അങ്ങോട്ട് ആളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കോസ്റ്റ് ഒരുപാട് കൂടിയില്ലേ. അതോടുകൂടി ലേബർ ആർബിട്രേജ് എന്നുള്ള സംഭവം, അതായത് ഇന്ത്യക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു വർക്കല്ല ഈ കമ്പനികളൊന്നും ചെയ്യുന്നത്. പകരം ഇന്ത്യയിൽ കോസ്റ്റ് കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് ഇന്ത്യയിലേക്ക് അത്തരം വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നതാണ്. അല്ലാതെ നമുക്ക് ഗൂഗിളോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റോ ഒന്നും ഇറക്കുന്ന പോലത്തെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നുമില്ല. നമ്മുടെ R&D ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. 0.5% പോലും R&D ബജറ്റ് ഇല്ല ഇന്ത്യൻ IT കമ്പനികൾക്ക്. അതേസമയത്ത് ഗൂഗിളിനൊക്കെ എനിക്കൊന്ന് ഒരു
15% അടുത്തുണ്ട്. NVIDIAക്ക് 20% മുകളിലുണ്ട്. മൈക്രോസോഫ്റ്റ് ഒരു സിമിലർ പാറ്റേണിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ IT കമ്പനികളേക്കാൾ ഹ്യൂജ് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളാണ്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളാണ്. പക്ഷേ അവരത് മാർക്കറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് R&D നടത്തിയിട്ട് ഒരുപാട് പുതിയ പ്രൊഡക്റ്റും സർവീസുകളും ഉണ്ടാക്കിയിട്ട് മുൻനിരയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള IT കമ്പനികൾ പൈസ വരുന്നു, വേഗത ഷെയർ ഹോൾഡേഴ്സിന് എടുത്ത് കൊടുക്കുന്നു. അതെന്താ? നമുക്ക് ഭാവിയിലേക്ക് പ്ലാൻ ഒന്നും ഇല്ല എന്നുള്ള ഒരു സിഗ്നലാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ആ സിഗ്നൽ നടക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഇത് ആക്ച്വലി നമ്മൾ IT കമ്പനികൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ വിശാൽ സിക്കയുടെ എപ്പിസോഡ് പറഞ്ഞത്. വിശാൽ സിക്ക ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാൻഫോർഡിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ PhD ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഇൻഫോസിസിൻ്റെ നോൺ ഫൗണ്ടറാണ് അദ്ദേഹം. ഇൻഫോസിസിലേക്ക് പിന്നീട് CEO ആയിട്ട് വന്നതാണ്. ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ AIയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ജോൺ മക്കാത്തിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആക്ച്വലി വിശാൽ സിക്ക. അപ്പോൾ അദ്ദേഹം ഇത് ആൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. AI ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ ഈറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം പ്രോപ്പർ സിസ്റ്റംസും സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ ഉള്ള സംവിധാനങ്ങളെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള IT വർക്കുകളെ സ്വാഭാവികമായിട്ടും ഈ AIക്ക് ഈറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ളത് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ടാണ് അദ്ദേഹം OpenAIയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പിന്നീടാണ് എൻ്റർ ചെയ്തിട്ട് ഈ സത്യ നടേല അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസിഷൻ ആയിട്ടൊക്കെ പറയപ്പെടുന്നത് OpenAIയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചതും OpenAIക്ക് ക്ലൗഡ് ക്രെഡിറ്റ്സും മറ്റുമൊക്കെ കൊടുത്തിട്ട് അവർ സെക്യൂർ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇന്ന് ലോകത്തെ നയിക്കാൻ സാധ്യതയുള്ള ഈ ജനറേറ്റീവ് AIയോ മറ്റുമൊക്കെ, അല്ലെങ്കിൽ OpenAI ഉണ്ടാക്കുന്ന എനി AI പ്രോഡക്റ്റ്, അതിനുള്ള ടാലൻറ്റ് പൂൾ അവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ മൈക്രോസോഫ്റ്റ് ശ്രദ്ധിച്ചു. അതോടുകൂടിയിട്ട് പുതിയ AIകൾ വന്നപ്പോൾ മൈക്രോസോഫ്റ്റ് അത് അവരുടെ സർവീസുകളിലേക്ക്, ഇപ്പോൾ കോപ്പൈലറ്റിലേക്ക് ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബിങ്ങിലേക്ക് ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൈക്രോസോഫ്റ്റ് ആ ട്രെൻഡിൻ്റെ കൂടെ നിന്നു. സ്വന്തമായിട്ട് AI ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ കോമ്പറ്റേറ്റീവായിട്ട് നിന്നു. പക്ഷേ ഇതേ പൊസിഷൻ ആക്ച്വലി ഇൻഫോസിസിന് കിട്ടുമായിരുന്നു. അഥവാ സർവീസ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ. ഓക്കെ, സർവീസ് ഇൻഡസ്ട്രിയെ ജനറേറ്റീവ് AI എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നേരത്തെ ഉണ്ടായിരുന്നു, വിശാൽ സിക്കയുടെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വിശാൽ സിക്ക മാറുന്ന ലോക സാഹചര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരുപാട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണമെന്നുള്ളതും ഡബിൾ ഡൗൺ ചെയ്യണം എന്നുള്ളതും പുതിയ ടെക്നോളജിയും R&D ഒക്കെ വേണമെന്നുള്ള ഡിസിഷൻസിലേക്കൊക്കെ പോയപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യമില്ലേ, അതായത് നമ്മൾ 100 രൂപ ഉണ്ടാക്കുന്നു, 85 രൂപ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ IT സിസ്റ്റം ഉണ്ട്. ശരിക്കും ഇന്ത്യൻ IT കമ്പനികൾ ഇങ്ങനെ കളിയാക്കി വിളിക്കാറുണ്ട്, ഗ്ലോറിഫൈഡ് HR കമ്പനികളാണ് എന്നുള്ളത്. ബേസിക്കലി എത്ര ആൾക്കാർ നമ്മളെടുത്തുണ്ടോ അത്ര ആൾക്കാരുടെ എണ്ണം കാണിച്ചിട്ട് കമ്പനികളിൽ പ്രൊജക്റ്റ് കോട്ട് ചെയ്യുന്നു, ആളെ എടുക്കുന്നു. ബേസിക്കലി അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ HR മാനേജ് ചെയ്യുന്നു, ലോ കോസ്റ്റിൽ HR മാനേജ് ചെയ്യുന്നു എന്നുള്ള ആ ബിസിനസ് മോഡൽ ഉണ്ടല്ലോ. ഈ മോഡലുകളെയാണ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് AI വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലുള്ള ലീഗൽ റിഫോമുകളാണ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ട്രംപിനെ പോലത്തെ ആൾക്കാരുണ്ടാക്കുന്ന നയങ്ങളാണ് എന്നുണ്ടെങ്കിലും, ഇത് ഒന്നിൻ്റെ തുടർച്ചയാണ്. ഒക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രം കാണരുത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇനി ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി എന്നുള്ള ചോദ്യത്തിലേക്ക് എനിക്ക് ഇത് ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂട്ടി വായിച്ചിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, വളരെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനികളാണ് ഇന്ത്യയിലെ IT കമ്പനികൾ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് ഇന്ത്യയിലുള്ള ടെക്നോളജി റിസർച്ചിനെയും ഒരുപാട് സ്റ്റാർട്ടപ്സിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എല്ലാം സക്സസ്ഫുൾ ആവണമെന്നില്ല. ലൈക്ക് സിലിക്കൺ വാലി ഉണ്ടായതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചരിത്രമൊക്കെ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ബട്ട് ദെൻ ബോൾഡ് ആയിട്ടുള്ള ബെറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IT ഇക്കോസിസ്റ്റം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അടുത്ത ജനറേഷൻ ഓഫ് ഗൂഗിളോ മൈക്രോസോഫ്റ്റോ ഒക്കെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും AI ഒരേ സമയത്താണ് കിട്ടുന്നത്. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലൈനിൽ ഒപ്പം നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് മാസ് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾക്കുള്ള സ്കോപ്പ് ഇന്ത്യയിലുണ്ട്. ഇതിനർത്ഥം ഇൻഫോസിസിനും TCSനും ഒന്നും സ്വന്തം AI പ്രൊജക്റ്റുകളും മറ്റൊന്നും ഇല്ല എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ അവരുടെ ഒരുപാട് എംപ്ലോയീസിനെ AIയിൽ ട്രെയിൻ ചെയ്തതായിട്ടുള്ള ഡാറ്റകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ചില AI പ്രൊജക്റ്റുകളൊക്കെ വരുന്നതിനെക്കുറിച്ചും ഡാറ്റകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ R&D ബജറ്റ് ജസ്റ്റ് 0.5% ആണ്. ഇത് ഇൻഫോസിസിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്, ജനറലി IT ഇൻഡസ്ട്രിയുടെ കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇൻഫോസിസ് അവരുടെ ഷെയർ ബൈബാക്ക് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ വന്നതോട് കൂടിയിട്ട് അവരുടെ കുറച്ച് ഡാറ്റാസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് നോക്കിയത് കൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതാണ്. എല്ലാ ഇന്ത്യൻ IT കമ്പനികളുടെയും R&D ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബിലോ 1% ആണ്. കാരണം അവർക്ക് പുതിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമില്ല, പുതിയ R&D ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരാകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ വരുന്നു, പൈസ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് വിടുന്നു. പക്ഷേ
ശരിക്കും പറഞ്ഞാൽ വലിയ സൈസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ. അപ്പോൾ അത്രയും സൈസിലേക്ക് അവർ മാറിയ ഒരു പോയിന്റിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത വേവ് ഓഫ് ഇന്ത്യൻ ഇന്നോവേഷൻ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു എന്താ പറയുക റിക്വസ്റ്റാണ് എനിക്ക് ആ മേഖലയിലുള്ളവരോട് പറയാനുള്ളത്. നമ്മൾ ഇന്ത്യക്കാർ ജനറലി നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ജങ്ചറിലാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ നിലയ്ക്കും നമ്മളെ ഒറ്റപ്പെടുത്താനോ മറ്റോ ഒക്കെ ശ്രമങ്ങൾ പുറത്തുനിന്ന് വരുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാരണം ക്രൈസിസുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളെ സെൽഫ് റിലയൻസിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചൈനയുടെ കാര്യം നോക്കുക, ഞാൻ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. AI ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചൈന വളരെ ക്ലിയർ ആയിട്ടുള്ള പോളിസികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ AIയിലെ നമ്പർ 1 പവറായി മാറണം എന്നുള്ള ഒരു ഗോൾ അവർക്കുണ്ട്. ഡീപ് സീക്ക് വന്നിട്ട് എല്ലാവരെയും നെട്ടിച്ചിട്ട് ഒരു 6-7 മാസമായിട്ടുള്ളൂ. ഇനി അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ ഹുവാവിയുടെ AI ചിപ്പ് വരുന്നു എന്ന് പറയുന്നു. ആലിബാബ ഓൾറെഡി അവരുടെ AI ചിപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിലൊരു പ്രധാന കാരണം എന്താണ്? ചൈനയ്ക്ക് AI ചിപ്പുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് US എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെച്ച സമയത്ത് ചൈന അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു. ഹുവാവിക്ക് പ്ലേ സ്റ്റോർ ആക്സസും മറ്റുമൊക്കെ കട്ട് ചെയ്ത് അവരെ അങ്ങനെ ഒതുക്കാൻ നോക്കിയ സമയത്ത് അവരുടേതായിട്ടുള്ള OSും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു പുതിയ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനത്തെ ഒരുപാട് മോഡലുകൾ നമുക്ക് ലോകത്ത് നോക്കിയാൽ കാണാം. നമ്മൾ ആരൊക്കെ ഒപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അവർ പിന്നീട് ഫിനിക്സ് പക്ഷിയെ പോലെ ഒരുപാട് പവർഫുള്ളായിട്ട് വന്നിട്ടുള്ള കഥകളുണ്ടാവും. അപ്പോൾ ഇന്ത്യ ശരിക്കും അതിന് പറ്റുന്ന എല്ലാ ടാലൻറ്റും ഉള്ള ഒരു നാടാണ്. അപ്പോൾ US പോകാൻ ഇനി US നമ്മൾ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ട്രംപ് നയങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ ടാലൻറ്റ് പൂളിന് ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് അവസരങ്ങൾ തുറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യ ഒരു എമേർജിങ് മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാപിറ്റൽ വേണ്ടി വരുമല്ലോ, ഇതിലേക്കൊക്കെ വേണ്ടുന്ന ക്യാപിറ്റൽ വേണ്ടി വരുമല്ലോ. അവിടെയാണ് ഇത്രയും ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനികൾ വെറുതെ ഷെയർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്നതിന് പകരം അത് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ HCLൻ്റെ CEO ആണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് 30 വർഷമായിട്ട് ഇന്ത്യയുടെ IT ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലിന് ഏകദേശം എൻഡായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ ബിസിനസ് മോഡലുകൾ വേണം. അപ്പോൾ ആ പുതിയ മേച്ചിൽപ്പുറങ്ങളുണ്ടല്ലോ, ഇവർക്കൊക്കെ ഒരുപാട് ഇനിയും എക്സൽ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ, അതൊരു പക്ഷേ ഈ മേഖലകളിലൊക്കെ തുറന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ജങ്ഷറിലാണ് നമ്മൾ. ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.